ഈ കാലഘട്ടത്തിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരയായ വനിതാ നേതാക്കളിൽ ഒരാളാണ് മമതാ ബാനർജി. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി. സത്യം പറഞ്ഞാൽ BJP സർക്കാരിന് കീഴടങ്ങാത്ത ശക്തയായ ഒരു വനിതാ നേതാവ് തന്നെയാണ് മമത എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ SIR-നെതിരെയാണ് മമത രംഗത്ത് വന്നിരിക്കുന്നത്. വിഷയത്തിൽ നേരത്തെ BJP സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും മമത ശക്തമായ രീതിയിൽ ശബ്ദമുയർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യുടെ വരുതിയിലാണെന്നും വരാനിരിക്കുന്ന SIR നടപ്പിലാക്കുന്നതിലൂടെ യഥാർത്ഥ വോട്ടർമാരെ നീക്കം ചെയ്യുകയാണ് BJP-യുടെ ലക്ഷ്യമെന്നുമാണ് മമത വിമർശിച്ചിരുന്നത്. എന്തിനേറെ പറയുന്നു, SIR വിരുദ്ധ റാലി വരെ മമതയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ബീഹാറിൽ BJP-യുടെ പ്രചരണത്തിന് മുന്നോടിയായി സർക്കാർ SIR നടപ്പിലാക്കിയതിൽ അടിമുടി തട്ടിപ്പുണ്ടെന്ന് ആരോപിച്ച മമത ബംഗാളിൽ ഇത് സംഭവിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. തന്നെയോ തന്റെ ജനങ്ങളെയോ ബംഗാളിൽ ലക്ഷ്യം വെച്ചാൽ രാജ്യവ്യാപകമായി തെരുവിലിറങ്ങുമെന്നും രാജ്യം മുഴുവൻ വിറപ്പിക്കുമെന്നും മമത BJP-ക്ക് മുന്നറിയിപ്പ് നൽകി. അർഹരായ ഒരു വോട്ടറെയും ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ലെന്നും മമത പറഞ്ഞു. ഇതിനു പിന്നാലെ SIR-നെതിരെ രംഗത്ത് വരണമെന്ന് സ്ത്രീകളോടും മമതാ ബാനർജി ആഹ്വാനം ചെയ്തിരുന്നു. കൃഷ്ണനഗറിൽ നടന്ന പാർട്ടി റാലിയിലാണ് മമത BJP-ക്കെതിരെ BJP-യുടെ നയങ്ങൾക്കെതിരെ സ്ത്രീകൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞത്. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP-യുടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മമത ആരോപിച്ചിരുന്നു. BJP പണവും ആൾബലവും ഉപയോഗിച്ച് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. സത്യത്തിൽ കള്ളവോട്ട് നടക്കാതിരിക്കാനാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ അർഹരായ പല വോട്ടർമാരുടെയും പേരുകൾ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല. പോരാത്തതിന് മരിച്ചുപോയ പലരുടെയും പേരുകൾ ഇപ്പോഴും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ പേരുകൾ വെട്ടിയാൽ തങ്ങളുടെ അടുക്കള ഉപകരണങ്ങൾ ആയുധമാക്കി മാറ്റി സ്ത്രീകൾ പ്രതികരിക്കണമെന്ന് മമത സ്ത്രീകളോട് പറഞ്ഞിരുന്നത്. സ്ത്രീ ശക്തിയാണോ BJP-യാണോ കൂടുതൽ ശക്തരെന്ന് അറിയിക്കുമെന്നും മമത പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മമതയെ ഭയപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലൂടെ പശ്ചിമ ബംഗാളിൽ 58 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമത എങ്ങനെയായിരിക്കും ഇതിൽ പ്രതികരിക്കുക എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മോദി സർക്കാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ വെട്ടാനാണ് കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും SIR-ലൂടെ ശ്രമിക്കുന്നതെന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു. വോട്ടർമാരുടെ പേരുകൾ വെട്ടിയാൽ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും മമതാ ബാനർജി ആഹ്വാനം ചെയ്തിരുന്നു. ഇനി രാജ്യത്ത് എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.